Hi all, welcome to today's presentation. അപ്പോൾ ഇന്നലെ ഫാർമക്കോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി 1 എന്ന സബ്ജക്റ്റിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാവരും കണ്ടു കാണുമല്ലോ. അതിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റിലെ ഡെഫിനിഷൻ, ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് ഫാർമക്കോഗ്നോസി എന്ന പോർഷനാണ് ഇന്ന് ഈ ഒരു പ്രസന്റേഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫാർമക്കോഗ്നോസി എന്താണെന്ന് തന്നെ ആദ്യം പറയാം. ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ് ആണ് അല്ലേ. ഫാർമക്കോൺ മീനിങ് ഡ്രൈ ഹെർബ് ആൻഡ് ഗിഗ്നോസ്കോ മീനിങ് ടു അക്വയർ നോളജ് ഓഫ്. സോ നമുക്ക് ഈ ഫാർമക്കോഗ്നസി എന്ന ടേമിനെ എങ്ങനെ പറയാം? ടു അക്വയർ the knowledge of medicinal plants obtained from different sources, that is natural sources ൽ നിന്ന് obtain ചെയ്യുന്ന medicinal plants ന്റെ knowledge acquire ചെയ്യുന്ന ഒരു branch of science ആണ് എന്തെന്ന് പറയുന്നത് ഫാർമക്കോഗ്നോസി. ഓക്കെ, സോ ഈ ടേം കോയിൻ ചെയ്തത് ഫസ്റ്റ് C.A. സെയ്ഡ്ലർ ആണ്. അദ്ദേഹം ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. ഇൻ ദ ഇയർ 1815 എന്തായിരിക്കും അദ്ദേഹത്തിന്റെ PhD തീസിസിൽ ആ ടൈറ്റിൽ വന്നതാണ് എന്താ അനാലക്റ്റ ഫാർമക്കോഗ്നോസ്റ്റിക്ക എന്ന ടൈറ്റിലിന്റെ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിലാണ് ഈ ഒരു ഫാർമക്കോഗ്നസി എന്ന ടേം അദ്ദേഹം കോയിൻ ചെയ്തത്. ഓക്കെ, ഫാർമക്കോഗ്നസിയുടെ ഒരു സിമ്പിൾ ഡെഫിനേഷനിലേക്ക് പോയാൽ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ്. ഫാർമക്കോഗ്നസി ഇസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ക്രൂഡ് ഡ്രഗ്സ് ഒബ്റ്റെയിൻ ഫ്രം നാച്ചുറൽ സോഴ്സസ് അല്ലെ. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, നാച്ചുറൽ സോഴ്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന ക്രൂഡ് ഡ്രഗിന്റെ സ്റ്റഡി തന്നെയാണ്. പക്ഷെ ആ ഡ്രഗിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതായത് ബയോളജിക്കൽ സോഴ്സ്, കെമിക്കൽ കോൺസ്റ്റൻസ്, യൂസ്, മൈക്രോസ്കോപ്പി, മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെ നമുക്ക് എന്ത് പറയാം? ഫാർമക്കോഗ്നസി. സോ സിംപ്ലസ്റ്റ് ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ദ സയൻസ് വിച്ച് എയിംസ് അറ്റ് കംപ്ലീറ്റ് ആൻഡ് സിസ്റ്റമിക് നോളജ് ഓഫ് സ്ട്രക്ചറൽ, ഫിസിക്കൽ, chemical and sensory characters of crude drugs and their constituents obtained from plants, animals and mineral sources. Next, history of pharmacognosy ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യം ഫാർമക്കോഗ്നസി എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? Pharmacognosy is a branch of science which deals with study of crude drugs obtained from natural. So natural source, it may be marine source, plant, animals, etc. So ഈ ഫാർമക്കോഗ്നസിയുടെ ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഹിസ്റ്ററി ഓഫ് ഫാർമസി ആൻഡ് മെഡിസിൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റി ആണ് അല്ലേ. സോ ഫസ്റ്റ് സെന്റൻസ് തന്നെ നമുക്ക് അങ്ങനെ പറയാം. സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഏർലി എറയിൽ തന്നെ എന്ത് ചെയ്തു, ഈ ഹെർബൽ മെഡിസിൻസിന്റെ യൂസ് വലിയ തോതിൽ തന്നെ നിലവിൽ വന്നായിരുന്നു. കാരണം നമുക്ക് പ്രിമിറ്റീവ് മാന്റെ കാലം മുതൽ എന്തായിരുന്നു, അവര് ഫുഡിന് ഇൻ സെർച്ച് ഓഫ് ഫുഡിന് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ ആ ഒരു സമയങ്ങളിൽ അവർക്ക് മുന്നിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? എഡിബിൾ ആയിട്ടുള്ള ഹെർബൽ പ്ലാന്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്തു? കൺസ്യൂം ചെയ്തു. പിന്നെയാണ് അവരത് മനസ്സിലാക്കിയത് എന്താണ്, ഈ പ്ലാന്റ്സിന് എന്തൊക്കെയോ ഡിസീസ് ക്യൂർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അത് പിന്നെ എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അല്ലെ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു. സോ നമുക്ക് പറയാം ഹിസ്റ്ററി ഓഫ് ഹെർബൽ മെഡിസിൻ ഈസ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ചൈന, ഈജിപ്റ്റ്, ഗ്രീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും എന്താണ് ഈ ഒരു ഹെർബൽ മെഡിസിൻസിന്റെ യൂസ് വലിയ തോതിൽ ഉണ്ടായി, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എറയുടെ ബിഗിനിങ്ങിൽ മുന്നേ തന്നെ ഉണ്ടായിരുന്നു എന്ന് സാധൂകരിക്കുന്ന ഡോക്യുമെന്റ്സും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫാർമക്കോഗ്നോസിയുടെ ഹിസ്റ്ററിയുടെ കുറച്ച് ബ്രീഫ് പറഞ്ഞായിരുന്നു അല്ലെ തുടക്കം. എന്നിട്ട് നമുക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളുടെയും കോൺട്രിബ്യൂഷൻസ്, ഫാർമക്കോഗ്നസി എന്ന ബ്രാഞ്ച് ഓഫ് സയൻസിലേക്ക് വേണ്ടിയിട്ട് ഓരോ വ്യക്തികളും കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഹിപ്പോക്രേറ്റസ് ആണ്. ദാറ്റ് ഈസ് അബൌട്ട് 460 to 360 BC ആണ് ഹിപ്പോക്രേറ്റസിന്റെ കേസ് പറയുന്നത്. അപ്പോൾ ഹിപ്പോക്രേറ്റസ് ആരാണ്? ഫാദർ ഓഫ് മെഡിസിൻ ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് അദ്ദേഹം ഡീൽ ചെയ്തിരുന്നത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഹ്യൂമൻ ബീയിങ്സിനുമായിട്ടാണ് കേട്ടോ. ഹ്യൂമൻ ബീയിങ്സിന്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിലാണ് കൂടുതലായിട്ടും അദ്ദേഹം ഡീൽ ചെയ്തിരുന്നത്. ആൻഡ് ഹി ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. നെക്സ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഗാലൻ ആണ്. ഗാലൻ 131 to 200 AD. ഹി വാസ് എ ഗ്രീക്ക് ഫാർമസിസ്റ്റ്. ഹിസ് മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹി മെയിൻലി വർക്ക്ഡ് ഓൺ എക്സ്ട്രാക്ടിങ്, അതായത് പ്ലാന്റ്സിൽ നിന്നുള്ള കെമിക്കൽ കോൺസ്റ്റുവൻസിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഗാലൻ എന്ന് പറയുന്നത്. സോ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് എക്സ്ട്രാക്ഷൻ, പ്ലാന്റ്സിൽ നിന്നുള്ള കോൺസ്റ്റുവൻസിനെ ഡിഫറെന്റ് മെത്തേഡ്സ് വഴി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ മെത്തേഡ്സിനെയൊക്കെ ഗലീനിക്കൽ ഫാർമസി എന്ന്
ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഓക്കെ, വേരിയസ് മെത്തേഡ്സ് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ഡ്രഗ്സിൽ നിന്നും അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഡിഫറെന്റ് മെത്തേഡ്സ് അദ്ദേഹം കണ്ടു. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ചരകായിരുന്നു. ചരക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൺ ഓഫ് ദ പ്രിൻസിപ്പൽ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ ആൻഷ്യന്റ് ആർട്ട്, അതുപോലെ സയൻസ് ഓഫ് ആയുർവേദയിൽ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ കോൺട്രിബ്യൂട്ടർ ആയിരുന്നു ചരക് എന്ന് പറയുമ്പോൾ. മെയിൻലി ഹി മെയിൻലി ഫോക്കസ്ഡ് ഓൺ എന്തൊക്കെയായിരുന്നു? ഫിസിയോളജി, പിന്നെ എറ്റിയോളജി, അതായത് കോസ്, എന്തൊക്കെയാണ് കാരണങ്ങൾ ആ ഡിസീസ് ഉണ്ടാകാൻ, അതുപോലെ എംബ്രിയോളജിയിലൊക്കെ ആയിരുന്നു ഈ അദ്ദേഹത്തിന്റെ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സെവറൽ പ്ലാന്റ്സിന്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. സോ അദ്ദേഹത്തിന്റെ കളക്ഷനെ ചരക സംഹിത എന്നുള്ള പേരിലായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ ചരക സംഹിതയില് 120 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് 8 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതുപോലെ ഈ മെഡിസിനൽ പ്ലാന്റ്സിനെ 50 ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ 50 ഗ്രൂപ്പിൽ 10 പ്ലാന്റ്സ്, ഓരോ ഗ്രൂപ്പിലും 10 പ്ലാന്റ്സ് വെച്ചിട്ട് 50 ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു മെഡിസിനൽ പ്ലാന്റ്സിന്റെ ക്ലാസിഫൈ വരെ അദ്ദേഹം ചെയ്തു. ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചായിരുന്നു. അപ്പോൾ അതാണ് ചരകിന്റെ കോൺട്രിബ്യൂഷൻ. നെക്സ്റ്റ് സുശ്രുതാണ്. സുശ്രുതിനെ പറയുന്നത് എന്താ? ഇന്ത്യൻ ഫിസിഷ്യൻ ആൻഡ് സർജൻ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് 1500 ഫോർമുലേഷൻസ് ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരുന്നു. ഈ പ്രോഡക്ട്സ് എല്ലാം നാച്ചുറൽ ഒബ്റ്റെയിൻ ചെയ്തത് ഫ്രം പ്ലാന്റ്സ്, ആനിമൽസ്, മിനറൽസിൽ നിന്നും 1500 ഫോർമുലേഷൻസിനെ കുറിച്ചിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ he also prepared 7 set of 760 herb. He used to operate various systems and organs in human body and animals. അല്ലെ? അപ്പോൾ മെയിൻ ആയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറഞ്ഞിരുന്നത്? he was known as the father of surgery. His collection is known as the സുശ്രുത സംഹിത എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ സെറ്റ്ലറിന്റെ ആണ്. സെറ്റ്ലർ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്താണ്? ഫാർമകോഗ്നോസി എന്ന ടേം 1850 കോയിൻ ചെയ്തത് സെറ്റ്ലർ ആണ്. അതുപോലെ he wrote the book Analecta Pharmacognostica. ആ ബുക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഫാർമകോഗ്നോസി എന്ന ടേം കോയിൻഡ് ആയിട്ട് വരുന്നത് അല്ലെ? ഇനി അടുത്ത അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ റിനോഡ് ഫിലോസഫർ, 384 to 322 BC ആണ്. പിന്നെ അദ്ദേഹവും അനിമൽ കിങ്ഡത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് തിയോഫ്രാസ്റ്റസ് ആണ്. 370 to 287 BC wrote about plants and described medicinal use of plants. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് എഴുതുകയും മെഡിസിനൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെഡിസിനൽ യൂസ്, ആ പ്ലാന്റ്സിന്റെ തന്നെ മെഡിസിനൽ യൂസിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഡയസ്കോറൈഡ്സ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിസിഷ്യൻ ആൻഡ് ഓൾസോ ഹി വാസ് ദ റൈറ്റർ ഓഫ് ദ ഫസ്റ്റ് മെറ്റീരിയ മെഡിക്ക. ആൻഡ് ഹിയർ ആ മെറ്റീരിയ മെഡിക്കയിൽ 600 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് ബെല്ലഡോണ, കോൾച്ചിക്കം, ഒപ്പിയം, ഹയോസൈമസ് എക്സെട്ര. ഓക്കെ, ഏതൊക്കെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്? ഒരുപാട് ഉണ്ടായിരുന്നു, കുറച്ച് എക്സാമ്പിൾസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് ഫാർമകോഗ്നോസി ആണ്. ഫാർമകോഗ്നോസി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ക്രൂഡ് ഡ്രഗ്സ് ഒബ്റ്റെയിൻ ഫ്രം നാച്ചുറൽ സോഴ്സ് ആണ്. അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്, ഫാർമക്കോളജിക്കൽ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കറിയാം അലോപ്പതിയുടെ ട്രെൻഡ്സിനൊപ്പം തന്നെ അതേപോലെ വരുന്ന ഒരു ഏരിയ തന്നെയാണ് എന്ത്? ആയുർവേദ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിസിനൽ പ്ലാന്റ്സ് യൂസ് ചെയ്ത് ഡിസീസിനെ ക്യൂർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരേപോലെ ട്രെൻഡിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഫാർമകോഗ്നോസിയുടെ സ്കോപ്പ് പറഞ്ഞാൽ വാസ്റ്റ് ആണ് അല്ലേ. ദെൻ ഫസ്റ്റ് നമുക്ക് ട്രഡീഷണൽ സ്കോപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് തന്നെ നമുക്ക് പറയാം, പ്ലാന്റിന്റെ മോർഫോളജി, അനാട്ടമി പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. സ്റ്റഡി ഓഫ് പ്ലാന്റ് സ്ട്രക്ചർ, ഗ്രോത്ത് ഹാബിറ്റ്സ് ആൻഡ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെക്കൻഡ് വൺ ഈസ് ദ പ്ലാന്റ് കെമിസ്ട്രി, ദാറ്റ് ഈസ് എങ്ങനെയാണ് ഒരു പ്ലാന്റിന്റെ കോൺസ്റ്റുവന്റ് ഐസൊലേറ്റ് ചെയ്യുന്നത്, ഐഡന്റിഫൈ ചെയ്യുന്നത്, ക്യാരക്ടറൈസ് ചെയ്യുന്നത്, ലൈക്ക് ഇൻക്ലൂഡിംഗ് പ്രൈമറി ആൻഡ് ആസ് വെൽ as secondary metabolites like alkaloids, glycosides, terpenes. Then third one is the pharmacology and toxicology study, that means study of the pharmacological effects and toxicity of the plant constituent. മോഡേൺ സ്കോപ്പ് പറഞ്ഞാലും നാച്ചുറൽ പ്രോഡക്റ്റിന്റെ കെമിസ്ട്രി അറിയാനായിട്ട്, അതായത് ഐസൊലേറ്റ് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക, സ്ട്രക്ചറൽ എലൂസിഡേഷൻ ഓഫ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈറ്റോ കെമിസ്ട്രി, ഫൈറ്റോ മീൻസ് പ്ലാന്റ്സ് ആയിരുന്നു അല്ലേ, കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രി ഓഫ് പ്ലാന്റ്സിനെ കുറിച്ച് അറിയാനായിട്ട് മെയിനായിട്ട് പ്ലാന്റ്സിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പോസിഷൻ. ദെൻ എത്നോ ഫാർമക്കോളജി, ട്രഡീഷണൽ മെഡിസിനൽ പ്ലാന്റ്സിന്റെ സ്റ്റഡി, അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാർമക്കോ ജീനോമിക്സ്, സ്റ്റഡി ഓഫ് ജനറ്റിക് ബേസിസ് ഓഫ് പ്ലാന്റ്. സെക്കൻഡറി മെറ്റബോളിസം ആൻഡ് ആപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ ഡ്രഗ് ഡിസ്കവറി ഫീൽഡിലൊക്കെ ഒരുപാട് ഇതിന് ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ബയോടെക്നോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഫീൽഡിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമക്കോഗ്നോസിയുടെ ഒരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ പ്ലാന്റ് ഈൽഡ്, ഡിസീസ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ടിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഫാർമക്കോഗ്നോസിയിൽ നല്ലൊരു സ്കോപ്പ് തന്നെയാണ് കാണിക്കുന്നത്. ഫാർമക്കോഗ്നോസിയുടെ സ്കോപ്പിൽ ഇന്റർ ഡിസിപ്ലിനറി സ്കോപ്പിൽ വരുന്നതാണ് എന്ത്, നമുക്ക് ഒരു ഫാർമക്കോഗ്നോസി ഇന്ന് ബ്രാഞ്ച് പഠിക്കുന്നതിലൂടെ ബോട്ടണി ആൻഡ് ഹോർട്ടിക്കൾച്ചർ, അതായത് പ്ലാന്റ് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, കൾട്ടിവേഷൻ എങ്ങനെയാണെന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി, അതായത് പ്ലാന്റിന്റെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ഒക്കെ പഠിക്കുന്നെന്ന് പറഞ്ഞില്ലേ. സോ അത് തന്നെ പ്ലാന്റ് മെറ്റബോളിസം, ജീൻ എക്സ്പ്രഷൻ, പ്രോട്ടീൻ ഫംഗ്ഷൻ, അതായത് ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലാർ ലെവൽ. മോളിക്കുലാർ മീൻസ് അറിയാലോ, പ്രോട്ടീൻ സ്ട്രക്ചർ, അങ്ങനെ ആ മോളിക്കുലാർ DNA RNA പ്രോട്ടീൻസ് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിസ്ട്രി ആൻഡ് അനലിറ്റിക്കൽ കെമിസ്ട്രി, അതായത് ഈ പ്ലാന്റ് കോൺസ്റ്റുവന്റിന്റെ ഐഡന്റിഫിക്കേഷൻ ക്വാണ്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് അനലിറ്റിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് പഠിക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി സ്റ്റഡീസിന്, അതായത് നമ്മുടെ പ്ലാന്റ്സിന്റെ ടോക്സിസിറ്റി, എഫിക്കസി ഒക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതും ഒരു സ്കോപ്പാണ്. മെഡിസിൻ ആൻഡ് ഹെൽത്ത് സയൻസസ്, അതായത് നമ്മുടെ ഫാർമക്കോഗ്നസിയെ ഡ്രഗ് ഡിസ്കവറി, ഡെവലപ്മെന്റ്, ക്ലിനിക്കൽ പ്രാക്ടീസിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതെല്ലാം ഫാർമക്കോഗ്നോസിയുടെ ഒരു സ്കോപ്പാണ്. സ്കോപ്പ് ഓഫ് ഫാർമക്കോഗ്നസി കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മാത്രമല്ല, കാരണം നാച്ചുറൽ പ്രോഡക്ട്സിന്റെ ഇൻക്രീസിങ് ഡിമാൻഡ് ഒരു കാരണമാണ് അല്ലേ. അതുപോലെ അഡ്വാൻസ്മെന്റ്സ് ഇൻ ടെക്നോളജി, അതുപോലെ നീഡ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് എൻവിയോൺമെന്റലി ഫ്രണ്ട്ലി അപ്രോച്ചസ് ടു ഹെൽത്ത് കെയർ. അപ്പോൾ ഇതൊക്കെ കാരണം എന്താണ്, ഫാർമക്കോഗ്നോസി എന്ന സബ്ജക്റ്റിന്റെ സ്കോപ്പ് ഒരിക്കലും തീരുന്നില്ല. അതെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വളർച്ചയിലും അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് തന്നെ അറിയാം, അലോപ്പതിയുടെ കൂടെ തന്നെ സെയിം ആയിട്ട് ഒരേ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിനൽ ഹെർബൽ റെമഡീസ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് എക്സാമ്പിൾ, പല ഡിസീസിലും സർജിക്കൽ പ്രൊസീജിയേഴ്സ് മാത്രം വരുന്ന കേസ് എക്സാമ്പിൾ പറയുവാണെങ്കിൽ യൂറോലിത്തിയാസിസ് അല്ലെ, കിഡ്നി സ്റ്റോൺ ഡെവലപ്മെന്റിനൊക്കെ എന്താണ്, സർജറിയാണ് ഒരു ഫൈനൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ആയിട്ടൊരു ഡ്രഗ് ഓഫ് ചോയ്സ് ഇല്ല. അപ്പോൾ നമുക്ക് അതൊരു അലോപ്പതിയുടെ ഡ്രോബാക്ക് ആയിട്ട് തന്നെ പറയാം. എക്സിസ്റ്റിംഗ് തെറാപ്പീസ് എല്ലാം സൈഡ് ഇഫക്ട്സ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ്, റിസർച്ചേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ റെമഡീസിലാണ്. അപ്പോൾ അതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഫാർമക്കോഗ്നോസി എന്ന സബ്ജക്റ്റിന്റെ സ്കോപ്പ് ഒരിക്കലും തീരുന്നില്ല. അതിന് ഡിഫറെന്റ് ബ്രാഞ്ചസിൽ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് വരുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഫോർ ലിസണിങ് മൈ ക്ലാസ്. ദാറ്റ് ഈസ് എന്തായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റിലെ മെയിനായിട്ട് നമ്മുടെ ഫാർമക്കോഗ്നസി എന്ന സബ്ജക്റ്റിൽ തന്നെ ഡെഫിനിഷൻ, ഹിസ്റ്ററി, സ്കോപ്പ് ആണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഓൾ ഓഫ് യു understand it well. Thank you.